നമസ്കാരം സുഹൃത്തുക്കളെ, മോട്ടോറിക്കയിലേക്ക് സ്വാഗതം. ഇനി കാർ ആക്സറീസ് തേടി വില കുറവാന്ന് പറഞ്ഞ് ഡൽഹിയിലേക്കോ കോയമ്പത്തൂരേക്കോ ഒന്നും ആരും പോണ്ട. നമ്മളെ തൃശ്ശൂരിലേക്ക് ഇങ്ങോട്ട് പോന്നാൽ മതി. ഡൽഹി വിലയിലാണ് എല്ലാ കാർ ആക്സറീസും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ മൈക്രോ ഇലക്ട്രോണിക്സ് തൃശ്ശൂര് പോസ്റ്റ് ഓഫീസ് റോഡിലാണുള്ളത്. ഡെൻസൻ ചേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പൊ ഡൽഹിക്കൊന്നും ഇനി പോണ്ട, കാർ ആക്സറീസ് വില കുറവില്ലല്ലേ? അത് കണ്ട നമ്മളെ തൃശ്ശൂരേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഓൾവേസ് വെൽക്കം എല്ലാവർക്കും. അപ്പൊ ഡൽഹി കോയമ്പത്തൂർ റേറ്റിലാണ് നമ്മൾ ഇവിടെ തൃശ്ശൂർ കൊടുക്കുന്നത്. അതെ. എല്ലാരും ഈ സെറ്റ് ഒക്കെ ഹാൻഡ് റോഡിലേക്ക് മാറുകയാണല്ലോ മൊത്തത്തില്. അപ്പൊ വില കുറഞ്ഞ ഹാൻഡ് റോഡ് സെറ്റ് നമ്മുടെ അടുത്തുണ്ടോ? വില കുറഞ്ഞ ആൻഡ്രോയിഡ് സെറ്റ് നമ്മുടെ കയ്യിലുള്ളതാ. OnePlus ഉണ്ട് അല്ലേ? OnePlus1 എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ വരുന്നുണ്ട്. ഇത് QLED ഡിസ്പ്ലേ വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മുടെ പഴയ റേറ്റ് തന്നെ 3700 3800 രൂപയാണ്. അതായത് 3800 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? 20 15 20 എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങനെ വില കയറ്റി പറയുന്ന സമയത്താണ് ഡെൻസിറ്റിയുടെ എത്ര കുറച്ച് കൊടുക്കുന്നത്? 3700 3800 രൂപ റേഞ്ചാണ് ഇതിന് വരുന്നുള്ളൂ. ഇത് പറയണത് 4GB റാം വരും, 64. പക്ഷെ ഇത് ജെനുവിൻ ആവണമെന്നില്ല. കാരണം 4GB 64 ഇല്ലെങ്കിലും ഒരു 2GB പെർഫോമൻസ് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമുക്ക് അത്രയല്ലേ വരുന്നുള്ളൂ. 1 ഇയർ സെറ്റിന്റെ അനലോഗ് സെറ്റിന്റെ പ്രൈസ് അല്ലേ ഇനി നമുക്ക് വരുന്നുള്ളൂ. വേറെ ബ്രാൻഡ് ഉള്ളത് ഈ ഒരു മോഡൽ ഉണ്ട്. ഇതാണിപ്പോ ഇത്തിരി നല്ലൊരു റണ്ണിങ് ആയിട്ടാണ്. LM-Tech എന്നുള്ള ഒരു ബ്രാൻഡാണ്. ഇതില് നമുക്ക് എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇതില് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു വയർലെസ് സിസ്റ്റം ഉണ്ട്. 4K ആണല്ലേ? ഇത് 4K ആണ്. അപ്പൊ അതില് വരുമ്പോ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 5300 രൂപയാണ് വരുന്നത്. 5300 ആണ് വരുന്നത് അല്ലെ? ഇത് നന്നായിട്ട് നമുക്ക് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ഏറ്റവും അധികം ഇതിന്റെ കൂടെ ക്യാമറ ഇല്ല. ഇവരുടെ തന്നെ 2 ടൈപ്പ് ക്യാമറ വരുന്നുണ്ട്. ഒരെണ്ണം മറ്റേ ഹുക്ക് സ്ക്രൂ ചെയ്യുന്ന ടൈപ്പും വരുന്നുണ്ട്, ഒരെണ്ണം നോർമൽ HD ക്യാമറ. ഇത് 170 ഡിഗ്രി ആണ് കേട്ടോ. 170 അല്ലേ? 170 ഡിഗ്രി വൈഡ് ഉള്ളതാണ് ക്യാമറ അല്ലേ? അപ്പൊ ഈ സാധനം ഇതും അതെ. ഇത് നമുക്ക് ചില വണ്ടികളിൽ ബമ്പർ ഹോൾ ചെയ്യാൻ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് രണ്ടും സെയിം റേറ്റ് തന്നെയാ വരിക. സെയിം റേറ്റാ വരുന്നത് അല്ലേ? അത് ഇതിന്റെ കൂടെ വരുന്നതാണോ? കൂടെ വരുന്നതല്ല, ഇത് സെപ്പറേറ്റ് കൂടെ വരണത് ഈ ടൈപ്പാ വരാ. അത് നമ്മുടെ വേൾടെക്കിന്റെ സെറ്റ് വരുന്നുണ്ട്. വേൾടെക്കിന്റെ ഈ സെറ്റ് ഇത് 4GB. ഇതിന്റെ ഡിസ്പ്ലേ കുറച്ച് മാറ്റമുള്ളതാ. അല്ല, ഇതിന്റെ ഡിസ്പ്ലേക്ക് കുറച്ചൊരു പ്രത്യേകതയുണ്ട് ബാക്കിയുള്ള സെറ്റിനേക്കാളും. ഇത് 8K അൾട്രാ HD എന്ന് പറയും. ഇതിലും വയർലെസ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. ഇതിന്റെ കൂടെ ഈ ഇവരുടെ തന്നെ ഒരു HD ക്യാമറ ഉണ്ട്, സൗജന്യമാണ്. ഇതിന്റെ കൂടെ വരുന്നതാണ്. 160 ആണല്ലേ? ഇത് 160 ഡിഗ്രി. പക്ഷെ ഇതിന്റെ ക്യാമറയ്ക്കും ഇതിന്റെ ലെൻസിനും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോഴാണ് നമുക്കത് അറിയുന്നത്. ഇതിന്റെ ഡിസ്പ്ലേക്കും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താ? നല്ല നൈറ്റ് ആയാലും നല്ല കളറും നല്ല കോൺട്രാസ്റ്റും ഉണ്ടാവും. അതായത് നൈറ്റ് മോഡിൽ അത് നല്ല പെർഫോമൻസ്. അതിന്റെ ഡിസ്പ്ലേയിൽ വീഡിയോ കാണുമ്പോഴേ അതിന്റെ മാറ്റങ്ങളുണ്ട്. ഇത് മറ്റേനേക്കാൾ ഇത്തിരി റേറ്റ് കൂടുതലാണ്. ഒരു 7 സംതിങ് ഒക്കെ വരണ സംതിങ് നമ്മളെ റേറ്റ് ആണ്. 8500 ആ റേഞ്ചൊക്കെയാണ് ഒരു പുറത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു 7 ചില്ലറയ്ക്ക് കൊടുക്കാം. കാരണം ചെറിയൊരു മാർജിനെ നമുക്ക് ഇതിന്റെ കിട്ടുള്ളൂ. അത് അങ്ങനെ ഇപ്പൊ ഇടാൻ പറ്റുള്ളൂ, കാരണം അത്രയും കോമ്പറ്റീഷനാ മാർക്കറ്റ്. ഇനി ഈ ഇതിൽ തന്നെ കുറഞ്ഞതിൽ തന്നെ ഒരു 4000 ചില്ലറ വരുന്ന ഈ സെറ്റ് ഉണ്ട്, കാർബൺ അല്ലേ? ഇത് 4GB 64 അല്ലേ? ഇതൊക്കെ 4GB 64 കുറഞ്ഞ ടൈപ്പ് സെറ്റുകൾ വരുന്നതാ. ഇപ്പൊ ഞാൻ സംശയം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ചില ഹാൻഡ് റോഡ് ഒക്കെ ചെയ്തു കഴിഞ്ഞാല് അത് ഹാങ് ആവുന്നു എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഹാങ് ആവാന്ന് അതിൽ കറക്റ്റ് റാം ഇല്ലെങ്കിൽ അത് ഹാങ് ആവും. ഈ റാമിന്റെ പ്രശ്നത്തില് ഈ LM-Tech എന്ന് പറയുന്ന സെറ്റില്ലേ, ഇപ്പൊ ഞാൻ കാണിച്ചെന്നില്ലേ, ഇത് 2GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2GB ജെന്യൂൻ ആണ്. അതില് വർക്കിംഗ് നല്ല മാറ്റം ഉണ്ട്. അതാണ് നമുക്ക് ഈ സെറ്റ് ഇത്ര മൂവ്മെന്റ്സ്. മറ്റേത് അത്ര ജെന്യൂൻ ഉണ്ടാവില്ല അല്ലെ? 4GB ഒരു സ്റ്റിക്കറിംഗ് ആണ് ശരിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു പെർഫോമൻസ് കിട്ടില്ല. പക്ഷെ വേൾടെക്ക് കറക്റ്റ് 4GB ആട്ടാ. അതിൽ പറയുന്നത് തന്നെ ഉണ്ടാവും. ഇത് 4GB ആണ്. ഇനി ഇതൊക്കെ T7 പ്രോസസർ വെച്ച് വരുന്നതാ. ഇനി നമുക്കൊരു T5ന്റെ ഉണ്ട്. ഇത് വരുന്നത് SNB എന്നുള്ളൊരു കമ്പനിയാണ്. അത്യാവശ്യം നല്ലൊരു നല്ല മൂവിംഗ് ഉള്ള ബ്രാൻഡാണ്. അതില് ടൈറ്റാനിയം സീരീസ് ആണ് ഈ വരുന്നത്.
ഇതില് നമുക്ക് ചാനല് 50 വാട്ട് ഉണ്ടാവും. ഒരു ചാനലാണ്, ഒരു ചാനല് 50 വാട്ട്സ് ഉണ്ടാവും. അങ്ങനെ 4 ചാനലുണ്ടാവും. 4 ചാനൽ ഉണ്ടാവും. പിന്നെ മറ്റുള്ള ആൻഡ്രോയിഡിലൊക്കെ വാട്ട്സ് കുറവാകും. ചാനൽ വാട്ട്സ് 25 വാട്ടാ ഉണ്ടാവുള്ളൂ, 25-30 വാട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് നമ്മള് അഡീഷണലി ഇങ്ങനത്തെ ഒരു ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരി, അതിന് ഈ സെപ്പറേറ്റ് ആംപ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ കിട്ടും അല്ലെ? ഇതിപ്പോ ഒരു 80 വാട്ട് RMS എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു 65-70 വാട്ട് എന്തായാലും നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഓവൽ സ്പീക്കറുകള്, വാട്ട് കൂടിയ സ്പീക്കറൊക്കെ നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും. ഈ സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ആമ്പിന്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഇതില് നമുക്ക് 360 ഡിഗ്രി സപ്പോർട്ടാ. 360 ക്യാമറ അല്ലേ? 360 ക്യാമറ നമുക്ക് ഇതില് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതില് കുറെ ഫങ്ഷൻസ് ഉണ്ട്. ഫ്രണ്ട് ബാക്ക് റെക്കോർഡിങ് ചെയ്യാം. ഇതില് അങ്ങനെയുള്ള കുറെ ഫങ്ഷൻസ് വരും ഇതില്. ഇതിന്റെ 2 മോഡൽ ഇറങ്ങുന്നുണ്ട്. ഒരെണ്ണം 360 ഉള്ളത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ട്. റേറ്റ് വരും നമുക്ക്? ഇതൊക്കെ നമുക്കൊരു 9 രൂപ റേഞ്ച് വരും. പുറമെ എത്ര റേറ്റ് ഉണ്ടോ? 13 രൂപ ആ റേഞ്ചിൽ വരും. SNBയുടെ ഈ സാധനം വരുന്നതാ. അപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവരുടെ തന്നെ മോണോബ്ലോക്ക് ആമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഡെൻസിയേട്ടൻ ഇത്ര ചെറിയൊരു ലാഭം എടുക്കുന്നുള്ളൂ, അതുകൊണ്ടല്ലേ ഇങ്ങനെ കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? ഇനി ഒരു മോഡലും കൂടി വരുന്നുണ്ട്. അത് ഒരു 3500 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാ. കഴിഞ്ഞിരിക്കാണ്, മറ്റന്നാളത്തേക്ക് എത്തുള്ളൂ. അപ്പൊ അത് സൗണ്ട് ബോക്സ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ പ്രൊഡക്റ്റ്. പിന്നെ ഈ ടൈപ്പ് പണ്ട് ഡയമണ്ട് ഒക്കെ ഇറങ്ങിയപ്പോ ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. ഇതിപ്പോ 4GB 64 ഡയമണ്ട് ഒക്കെ QLED വരുന്നതാ. ഇതില് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ ഫംഗ്ഷനും ഉള്ളതാണ്. 10.8 സ്ക്രീൻ വരണതാ. 10.8 സ്ക്രീൻ വരുന്നുണ്ടല്ലേ? നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 7 സംതിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് കുറെ വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ 10 ചില്ലറയുടെ ഉണ്ട്, ഒരു 13 രൂപയുടെ ഉണ്ട്. മറ്റേ നമ്മളെ സാധാ ആൻഡ്രോയിഡ് നമ്മളുടെ വ്യത്യാസങ്ങൾ 2K ഡിസ്പ്ലേ വരിക. 2K ഡിസ്പ്ലേന്റെ ഒരു മാറ്റം, ഒരു കുറച്ചും കൂടി ഒരു തെളിവുണ്ടാവും ഡിസ്പ്ലേയില്. വേറെ കുറച്ചും കൂടി നല്ല ഷാർപ്പ്, നല്ല കളറിംഗ് ഒക്കെ എടുത്ത് കാണിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ചിലർക്ക് ഇത്തിരി വലിയ സിസ്റ്റം വേണമെന്നുള്ളവർക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഇവിടെ അത്യാവശ്യം മൂവ് ചെയ്യുന്നുണ്ടോ? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റിസൾട്ട് ആണ് വരുന്നത്. കംപ്ലൈന്റ്സ് കുറവാണ്. ഇതിന്റെ ഒരു പോരായ്മ വരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വണ്ടികളിൽ ഇത് ഫിക്സ് ആക്കുമ്പോ ഒരു അപാകത പോലെ വരും. കാരണം AC-യുടെ വെന്റ് ഉണ്ടെങ്കിൽ അത് മറയും. അത് കാരണം അത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഫാസ്റ്റ് മൂവിങ് അല്ല. ഇതൊരു ട്രെൻഡ് ആയിരുന്നു ഒരു കാലത്ത്, പക്ഷെ ഇപ്പൊ കുറഞ്ഞുണ്ട്. എന്നാലും പോകുന്നുണ്ട്. ചിലവർക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യമില്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ മോഡല് ഒക്കെ ഒരു 7,000 7,500 ആ റേഞ്ചിന്റെ ഉള്ളിൽ വരും. പുറത്ത് അപേക്ഷിച്ചിട്ട് പുറത്തെന്ന് പറയുമ്പോ പലരും പല റേറ്റ് അല്ല കൊടുക്കുന്നത്. 10 രൂപ റേഞ്ചില് ചിലവര് കൊടുക്കും, ചിലവര് 8 രൂപ റേഞ്ചില് കൊടുക്കും. ഇവിടെ കുറവാണ്. ഇതിലിനി ഇതിന്റെ പ്രോസസറുകൾ മാറുമ്പോ ചെറിയ വിലകളുടെ മാറ്റങ്ങൾ വരും അല്ലേ? അപ്പൊ ഈ പ്രോസസറിനനുസരിച്ചാണ് ഇതിന്റെ ഹാങ് പ്രശ്നം. GB RAM GB ജെനുവിൻ റാം അല്ലെങ്കിൽ നല്ല ഇതാ വരും, ഹാങ് വരും. അതാണ് ഇതിന്റെ ഒരു മെയിൻ. എല്ലാവരും വില കുറവ് എന്ന് പറഞ്ഞിട്ടേ അത് അവര് പറയണ ഇതുണ്ടാവില്ല. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ എല്ലാം. വില കുറവ് ഇത് ഇത്രയാണ്, ഇത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ അത് കസ്റ്റമർ എന്താ പറയാന് അങ്ങനെയുള്ള ഒരു, അതായത് ഒരു തവണ വരുന്ന കസ്റ്റമർ പിന്നെയും നമ്മളെ ചോദിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ സ്റ്റിക്കറിങ് ഇതൊന്നും നോക്കണ്ട. നമുക്ക് ഇവിടെ ഞാൻ എങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, നമ്മളൊരു വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് ഞാൻ തന്നെ അത് വർക്ക് ചെയ്ത് നോക്കും. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കും. അതെങ്ങനെ സ്പീഡ് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഞാൻ അടുത്ത ആളോട് പറയുള്ളൂ. പ്രോഡക്റ്റ് ഏതായാലും നമുക്ക് വിഷയമല്ല, നമുക്ക് കസ്റ്റമർ ഇമ്പോർട്ടന്റ് ആണ്, കസ്റ്റമറെ വലുത്. ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ വെക്കുന്ന ചെറിയൊരു സെറ്റാണ്, 4 ചാനൽ സെറ്റാണ് വരുന്നത്. പെൻഡ്രൈവ്, ബ്ലൂടൂത്ത്, മൊബൈൽ ചാർജിങ് എല്ലാ ഓപ്ഷനും ഉള്ള 4 ചാനൽ സെറ്റാണത്. ഓഡിയോ ഔട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എല്ലാ വണ്ടിയിലും കോമ്പാറ്റബിൾ ആയിട്ട് വെക്കാം. ചെറിയ സ്പേസ് ഉള്ള ഈ സെറ്റ് വെക്കുന്നോടത്ത് ചെറിയ സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിലേക്കൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അപ്പൊ ആ ടൈപ്പ് സെറ്റ് ആണ് ഇത്. നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരണത് 1050 രൂപയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്, നമ്മളിവിടെ സെയിൽ ചെയ്യണത്. അപ്പൊ പുറത്ത് ഏകദേശം എത്ര രൂപ വരും? ഇതൊക്കെ ഒരു 1400 ആ റേറ്റ് വരും. ആ റേറ്റ് ഒക്കെ വരും, പുറത്ത് വരും. അപ്പൊ ഇത് ഈ സെറ്റ് ഈ ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ മോഡൽ സെറ്റുകളുണ്ട്. ക്യാബിൻ കുറച്ച് വലിപ്പം വേണ്ടവർക്ക് ലിമോറിന്റെ ഇത് കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്. 1 ഇയർ വാറന്റി ഒക്കെ ഉള്ളതാണ്.
1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട് അല്ലേ? 1 ഇയർ വാറന്റിയോട് കൂടി എത്ര നമുക്ക് പ്രൈസ് വരുന്നത്? ഇതൊക്കെ നമുക്ക് ഒരു 1550 1600 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് ആണ് പറയുന്നത്. സെയിൽ പ്രൈസ്, അതായത് നമ്മള് മാർജിൻ കുറച്ചിട്ട് 1500 രൂപയ്ക്ക് നെറ്റ് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ? ഓക്കെ. പുറത്ത് ഏകദേശം എത്ര രൂപ? ഇതൊക്കെ വരുമ്പോ ഒരു 1850 ആ റേഞ്ച്, 2 രൂപ ആ റേഞ്ച്. എന്തായാലും 1 ഇയർ വാറന്റി ഉള്ള ഈ സെറ്റുകൾക്ക് ആ റേഞ്ച് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ വരണത് ഈ പാനാസൗണ്ട് എന്നുള്ള ഒരു മോഡല്. ഇതൊക്കെ സിംഗിൾ ഡിൻ സെറ്റുകളാട്ടോ പറയണത്. സെയിം തന്നെ, കമ്പനി മാറ്റണ്ടെന്ന് മാത്രമേ. കമ്പനി മാറ്റണ്ടെന്നുള്ളൂ, അത് സെയിം സെറ്റ് ആണ്. സെയിം സെറ്റ് തന്നെ. ഓക്കെ. ആ റേഞ്ചിൽ തന്നെ ഒരു 1600 രൂപ റേഞ്ച് വരുന്ന സെറ്റുകളാണ്. ഒരു 2000 രൂപ വരുന്നത് നമ്മൾ ഇവിടെ 1500 1600 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത്തിരി ഇതില് വരണത് ബ്ലോക്ക് പങ്കിന്റെ സെറ്റ് ഉണ്ട്. ബ്ലോക്ക് പങ്ക് അല്ലെ? കൊളംബോ സീരീസ്. ഇത് എത്ര രൂപ വരുന്നത്? ഇത് നമുക്കൊരു 2800 ആ റേഞ്ച് വരുന്ന സെറ്റാണ്. 2800 പുറമെ വരുന്ന സെറ്റാണ്. നോർമലി അല്ല, സെയിൽ ചെയ്യുന്ന പ്രൈസ്. സെയിൽ ചെയ്യുന്ന പുറമെ എത്ര രൂപ വരും? പുറമെ എന്ന് പറയുമ്പോ ഇതുമ്മൊക്കെ ഇവര് MRP യിലാണ് കൊടുക്കണത്. 4990 MRP വരുന്നതാണ്. അതാണ് നമ്മള് 2800 നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് നമുക്ക് ഫിറ്റിംഗും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇതില് ഫാസ്റ്റ് ചാർജർ ഉണ്ട്, പിന്നെ FM, ബ്ലൂടൂത്ത് എല്ലാ ഫംഗ്ഷനും ഉണ്ട്. ഇതിന്റെ മെയിൻ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ചാനൽ 50 വാട്ട്സ് ഉണ്ടാവും. ഒരു ചാനൽ. അപ്പൊ നമുക്ക് ഇത്തിരി വാട്ട്സിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റ് വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ട്രാവലർ, ബസ് അങ്ങനെ തുടങ്ങിയ നമ്മളെ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് വേണ്ട ആക്സറീസ് ഇവിടെ ഉണ്ടോ? അതുണ്ട്. ടൂറിസ്റ്റ് വാഹനങ്ങളിലേക്ക് വരണത് നമുക്ക് ഈ മോഡൽ സെറ്റുകളാണ് വരിക. മ്യൂസിക് സിസ്റ്റം അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ സിംഗിൾ ഡിന് കാണിച്ചില്ലേ, ആ സിംഗിൾ ഡിന്നേക്കാളും ഇതിന് വാട്ട്സ് കൂടുതലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബിന് സെപ്പറേറ്റ് ഫ്രീ ഔട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട്, ഇതാണ് ഇവരുടെ സബ് ബൂഫറിന്റെ മോണോബ്ലോക്ക് ആമ്പ് എന്ന് പറയാം. ഇത് SNB എന്നുള്ള ഒരു കമ്പനിയുടെ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 12 വോൾട്ടാണ് ഇപ്പൊ വരണത്. ഇത് നമ്മൾ 24ലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഫിറ്റ്മെന്റ് ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? ഫിറ്റ്മെന്റ് നമ്മള് ഇതെന്താ വെച്ചാൽ ഫിറ്റ്മെന്റ് വലിയൊരു ഫിറ്റ്മെന്റ് വരിക. അപ്പൊ അത് മുന്നേ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അതിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവരുടെ തന്നെ SNBയുടെ തന്നെ ഒരു ചാനൽ 150 വാട്ട് RMS വരുന്ന ആംപ്ലിഫയർ ഉണ്ടല്ലേ? ഇതാണ് ഇതിലേക്ക് വെക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ ഈ പയനിയറിന്റെ ഈ സ്പീക്കർ കണ്ട 650 വാട്ട്, ഈ സ്പീക്കർ നമ്മൾ ഇട്ടിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏത് രീതിയിൽ വേണേലും ഇവിടെ ചെയ്ത് കൊടുക്കാം. ട്രാവലർ, ബസ് എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ 4 ചാനൽ ആംപ്ലിഫയർ സോണിയുടെ ഉണ്ട്. പിന്നെ ഇതിന്റെ തന്നെ 2 ചാനൽ ആംപ്ലിഫയർ ആണ്, സോണിയുടെ 500 വാട്ട്സിന്റെ 2 ചാനൽ ആംപ്ലിഫയർ. ഇത് എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതൊക്കെ നമുക്കൊരു, ഇതിന്റെ റേറ്റ് എല്ലാവർക്കും അറിയാം, ഓൺലൈനിലൊക്കെ ഉള്ളതാ. എന്നാലും 6 രൂപയുടെ ഉള്ളിൽ എന്തായാലും വരും. അത് താരതമ്യേന കുറവല്ലേ റേറ്റ്? അതെ. ഇതിന്റെ റീറ്റെയിൽ റേറ്റ് വെച്ച് നോക്കുമ്പോ കുറവാണ്. ഓൺലൈനിൽ റേറ്റ് പറഞ്ഞിട്ട് ആൾക്കാർ വരിക, അത് കാരണമാണ് നമ്മള് ഇത് ചെയ്യണത്. പിന്നെ നമ്മളെ ഈ PA സിസ്റ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. PA സിസ്റ്റങ്ങൾ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റങ്ങൾ ഉണ്ട് അല്ലേ? അതിലിപ്പോ ഇങ്ങനത്തെ മിക്സറുകൾ പുതിയത് വന്നിട്ടുള്ളതാ. ഇത് 5 ചാനലിന്റെ മിക്സറാണ്. 5 ചാനലിന്റെ മിക്സർ അല്ലേ? അതായത് വാഹനങ്ങൾ മാത്രമല്ല, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം നമ്മുടെ അടുത്ത് ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. ഇതിപ്പോ 5 ചാനൽ മിക്സർ ഇത് ഉണ്ട്. ഇനി ഇവരുടെ തന്നെ 2 ചാനൽ മിക്സർ, അത് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ വാഹനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇതാകുമ്പോ ഇതിൽ എല്ലാ ഫംഗ്ഷനും ഉള്ളതാ. അത്യാവശ്യം പ്രൊഫഷണൽ മിക്സറാണ്. ഇതിന് 2 ചാനല് നമുക്ക് ഈ കൺട്രോൾസുകളല്ലാണ്ട് പെൻഡ്രൈവ്, ബ്ലൂടൂത്ത് അതെല്ലാം യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഇതേപോലത്തെ വയർലെസ് മൈക്കുകൾ വരുന്നുണ്ട്. ടാക്സി എന്നുള്ള കമ്പനി, ഇത് പുതിയത് വന്നിട്ടുള്ള കമ്പനിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് VHF മൈക്കാണ്. ഈ മൈക്കില് നമുക്ക് C പോർട്ട് വെച്ച് ചാർജ് ചെയ്യണതാണ് വരിക. അതായത് മൊബൈലിന്റെ ചാർജർ വെച്ച് ചെയ്യാം അല്ലെ? മൊബൈലിന്റെ ചാർജർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ചാർജ് ചെയ്യുക. ഇത് ഡബിളിന്റെ ഉണ്ട്, സിംഗിളിന്റെ ഉണ്ട്. ഇതൊക്കെ ഒരു 2000 രൂപയുടെ ഉള്ളിലേ വരുള്ളൂ മൈക്കിനല്ലേ? ഇത് ഇവിടെ നമുക്ക് മൊബൈൽ ഫോണിന്റെ മറ്റേ ചാർജർ വെച്ചിട്ട്, ഇതിന്റെ കൂടെ എല്ലാം ഉണ്ട്, ചാർജറും എല്ലാ സാധനങ്ങളും, ബാറ്ററി എല്ലാം ഉള്ളതാണ്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മള് റീചാർജബിൾ ബാറ്ററി അല്ലേ? PA സിസ്റ്റത്തിന്റെ കൂടെ കൊടുക്കണത്. ഇത് എത്ര രൂപ വരുന്നുണ്ട്? ഇതൊക്കെ ഒരു 2000 രൂപയുടെ താഴെ വരുള്ളൂ. എത്ര താഴെ വരുത്തുള്ളൂ? ഇതിന്റെ സിംഗിൾ ഒക്കെ ആണെങ്കിൽ ഒരു 1200 ആ റേഞ്ച് വരുള്ളൂ അല്ലെ? 2 ടൈപ്പ് സ്പീക്കർ ഉണ്ട്. ഒന്ന് കോമ്പോണന്റ് ഉണ്ട്, സാധാ സ്പീക്കറും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോമ്പോണന്റ് സ്പീക്കർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് JBL മോഡലാണ്. 450 വാട്ട് ഫിക്സ് ഉള്ളത്, 45 വാട്ട് അതിന്റെ RMS വരും. സ്റ്റേജ് 2 സീരീസ് വരുന്നത്. ഇതില് വരെ നമുക്കൊരു നെറ്റ്വർക്കിന്റെ ഒരു ഇതുണ്ടാവും.
ട്യൂട്ടർ സെപ്പറേറ്റ് ആവും, ഊപ്പർ സെപ്പറേറ്റ് ആവും. അപ്പൊ കുറച്ചും കൂടി ക്വാളിറ്റി കൂടും. സൗണ്ട് ക്വാളിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. നമ്മളിപ്പോ ആൻഡ്രോയിഡ് പറഞ്ഞില്ലേ, ഈ ആൻഡ്രോയിഡ് വെക്കുമ്പോ നമ്മള് ഇങ്ങനത്തെ ആംപ്ലിഫയർ നമ്മള് നേരത്തെ കാണിച്ചു തന്നില്ലേ, ഈ ആംപ്ലിഫയർ വെക്കുമ്പോ നമുക്ക് ഈ കോമ്പോണന്റ് സ്പീക്കർ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വർക്കിംഗ് ആണ്. സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും. ഇതിന്റെ സെറ്റ് പറയണത് ഫ്രണ്ട് ഡോറിൽ നമ്മൾ ഈ കോമ്പോണന്റ് ഇടും, ബാക്കിൽ പിന്നെ ഇവരുടെ JBL തന്നെ കോയാക്സിൽ വരുന്നുണ്ട്. അതും സ്റ്റേജ് 1 സീരീസിന്റെ കോയാക്സിൽ വരുന്നുണ്ട്. ഇതില് ട്യൂട്ടർ സെപ്പറേറ്റ് അല്ല, ഇതിന് തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള ട്യൂട്ടറാണ്, ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. ഇത് ഈ JBL ഉണ്ട്, സോണി ഉണ്ട്, ക്ലോപ്പങ്ങിന്റെ ഉണ്ട്, എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ക്ലോപ്പങ്ങിന്റെ ഒക്കെ ഇരിക്കുന്ന മോഡലുകൾ എല്ലാ ബ്രാൻഡും ഉണ്ട്. ഇതിന് 2 മോഡലുണ്ട്. ഒരെണ്ണം ഈ മോഡല് 280 വാട്ടിന്റെ ഉണ്ട്, പിന്നെ ഇതിന്റെ ഇത് വേറൊരു പുതിയ മോഡൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, 2 ടൈപ്പ് പേപ്പർ ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊരു 2 രൂപയുടെ താഴെ സ്പീക്കറിന് റേറ്റ് വരുന്നുള്ളൂ. അത്രേ വരുന്നുള്ളൂ അല്ലേ? പുറമെ എത്രയ്ക്ക് ഏകദേശം വരിക? പുറമെ ഒരു MRP പലരും പല റേറ്റിലാണ് കൊടുക്കുക, എന്തായാലും 2-ന് മേലെ പോകും. അല്ലേ? ഓക്കെ, നമുക്കൊരു 1700 ആ റേഞ്ച് വരുള്ളൂ. ആ റേഞ്ച് വരുള്ളൂ ഒരു പെയർ. അപ്പൊ നമുക്കിപ്പോ ഒരു വണ്ടിയിലെ ഒരു വാഹനത്തിലേക്ക് നമുക്ക് ആൻഡ്രോയിഡ് പിന്നെ സ്പീക്കർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ക്വാളിറ്റിയിൽ സൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വരും? അത് ഓരോ സ്പീക്കർ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് വരിക. കസ്റ്റമർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. സെലക്ട് ചെയ്യാതെ നമുക്ക് അങ്ങനെ ഒരു ഫിക്സ് റേറ്റ് പറയാൻ പറ്റും. ഒരാൾക്ക് JBL ഇഷ്ടമാണെങ്കിൽ അടുത്ത ആൾ പറയും സോണി മതി. അപ്പൊ അതിനനുസരിച്ച് റേറ്റുകൾ അങ്ങോട്ട് ചിലവർക്ക് പയനീർ, അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. സാധനങ്ങളെല്ലാം ഉണ്ട്, റേറ്റുകൾ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ സബ് വൂഫർ, ഇതൊക്കെ ആക്റ്റീവ് സബ് വൂഫേഴ്സ് ആണ്. ഇത് നമ്മള് ഇത് 10 ഇഞ്ച് വരണതാണ്. 10 ഇഞ്ചിന്റെ അല്ലേ? ഇത് നമുക്കൊരു 150 വാട്ടോളം RMS കിട്ടും. എല്ലാം ഇൻബിൽറ്റ് ആമ്പായിട്ട് വരണതാ. ഇതിന്റെ പ്രത്യേകത ഇത് ഡബിൾ മാഗ്നറ്റ് ആണ് ഇതിന്റെ ഊപ്പർ വരിക. അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിരിക്കും. 150 വാട്ട് RMS ഇതിന് പക്കയായിട്ട് കിട്ടും. അതിനനുസരിച്ചിട്ടുള്ള ആംപ്ലിഫയർ ആണ് ഇതിൽ ഇരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് വണ്ടികളിലേക്കൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിൽ വരണത് ഈ ഡി ട്രക്കിന്റെ സെൻസർ വരുന്നുണ്ട് അല്ലേ? പിന്നെ കുറച്ചിങ്ങനെ അല്ലറ ചില്ലറ ഹോണ്, ലൈറ്റ്, അതിന്റെ വയറിങ്, ബൾബുകള്, ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അത് വാഹനമായിട്ട് ബന്ധപ്പെട്ട A to Z നമ്മുടെ ഉണ്ട്. ഈ ടൈപ്പ് ഹോണുകളൊക്കെ ഇല്ലേ കോമൺ ആയിട്ട് പോണത്, അതിന്റെ ബൾബുകള്, പിന്നെ റൂട്ട്സിന്റെ ഹോണ്, റൂട്ട്സിന്റെ വലിയ ഹോൺ അല്ലേ? മെഗാസോണിക് ആണോ? മെഗാസോണിക്. പിന്നെ ഇങ്ങനത്തെ ഈ മെഗാസോണിക് എത്ര റേറ്റ് വരുന്നുണ്ട്? മെഗാസോണിക് റേറ്റ് അതുമേ MRP റേറ്റ് തന്നെ വരിക. 1600 രൂപ റേഞ്ച് വരും. അതിലൊന്നും നമുക്ക് വല്ലാതെ ചെയ്യാറില്ല. എല്ലായിടത്തും നിൽക്കുന്ന സാധനങ്ങളല്ല. ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 650 രൂപ സ്റ്റാർട്ട് ചെയ്യും. 650 ഉണ്ട്. വേൾടെക്കിന്റെ ആണെങ്കിൽ ഒരു 950 പ്ലസ് ഫിറ്റിങ്ങിന്റെ പൈസയും വരും. പിന്നെ ചെറുവക കുറച്ച് കാർ അസറീസുകൾ ഐറ്റംസ്, ഇതിൽ കുറച്ച് ഐറ്റങ്ങൾ കൂടി വരാനുണ്ട്. ഹോൾസെയിൽ കൊടുക്കണ തന്നെ അതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കില്ലേ. അത് പിന്നെ നമ്മുടെ വീടുകളിലേക്കുള്ള ആംപ്ലിഫയറുകൾ, വണ്ടികളിലേക്കുള്ള സബിന്റെ ആംപ്ലിഫയർ, അസംബ്ലി ടൈപ്പുകളൊക്കെ കൂടെ കൊടുക്കുന്നുണ്ടോ? ഈ ടൈപ്പൊക്കെ നമുക്ക് ബസ്സുകളിലേക്ക് 24 വോൾട്ട് 12 വോൾട്ടിന്റെ ആംപ്ലിഫയറുകൾ വരും. ഇതൊക്കെ നമുക്ക് ഓട്ടോറിക്ഷയിലേക്ക് വയ്ക്കാം. ഒരു 12 ഇഞ്ച് സബ് വൂഫറും 2 സ്പീക്കറും വയ്ക്കാം. അത്യാവശ്യമായിട്ടുള്ളതാ. ഒരു 800 വാട്ടോളം വരും. ചേട്ടാ, അപ്പൊ നമ്മള് വീഡിയോ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഇത് എവിടെയാ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂര് ചെട്ടിയങ്ങാടി പോസ്റ്റ് ഓഫീസ് റോഡ്. പോസ്റ്റ് ഓഫീസ് റോഡിൽ വന്നിട്ട് ഞാൻ ഇതില് നമ്പർ നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. നമ്പർ വരുന്നത് 9895835185. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുക. ഞാൻ അതിന്റെ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇത് എത്ര സമയം വിളിക്കേണ്ട സമയം എന്തുകൊണ്ട്? കാലത്തൊരു 10 to വൈകുന്നേരം ഒരു 8:30 വരെ നമ്മുടെ സമയം അല്ലേ? കാർ ആക്സറീസ് ഏറ്റവും വില കുറവിൽ കിട്ടുന്ന തൃശ്ശൂരുള്ള മൈക്രോ ഇലക്ട്രോണിക്സിലെ ഏതാനും ചില ആക്സറീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. ഇനി ഒരുപാട് ആക്സറീസ് ഇവിടെ വരാനുണ്ടെന്നാണ് നമ്മൾ ഡൻസി ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വില കുറവിൽ കാർ ആക്സറീസ് വേണം, ആൻഡ്രോയിഡ് വേണമെങ്കിൽ 3700 രൂപ മുതലാണ് നമുക്കിവിടെ ആൻഡ്രോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലെ വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം.